ചാപ്റ്റർ 2 അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിനി പഠിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. രണ്ടാമത്തത് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് രണ്ടാമത്തത്, വളരെ പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആദ്യത്തെ 2 ചാപ്റ്റർ തിയറി എന്നാണ് പറഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം തിയറി ഉണ്ട്, പിന്നെ അങ്ങോട്ട് പ്രോബ്ലമാണ്, പിന്നെ ലാസ്റ്റ് 2 തിയറിയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെറും ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡേറ്റ അല്ലെങ്കിൽ അറേഞ്ച്ഡ് ഡേറ്റ ആണ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തായിരിക്കും? നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന ആക്ടിവിറ്റീസ് അതൊക്കെ നമ്മൾ എഴുതുന്നതാണ്, അല്ലെങ്കിൽ ആ ഡേറ്റാസാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് കണക്ക് തന്നെ കോസ്റ്റ് അക്കൗണ്ട് അല്ലേ, നമ്മുടെ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ കോസ്റ്റ് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ വരയ്ക്കുന്നതാണ് ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡേറ്റ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് എന്തറിയാം? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറിയാം, അതൊരു ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ ആണ്. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാൻ പറ്റും. അത് കണക്ക് തന്നെ പർച്ചേസ്, ക്രെഡിറ്റ്, ഇങ്ങനെ ഓരോ എലമെൻറ്റ് നമുക്കറിയാം. സാലറി എത്ര കൊടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് കണക്ക് തന്നെ ബാലൻസ് ഷീറ്റ്, അതിൽ നമുക്ക് എന്താ കിട്ടും? നമ്മുടെ അസറ്റ്സ് ഏതൊക്കെയാണ്, ലൈബിലിറ്റി ഏതൊക്കെയാണ്. അസറ്റ് തന്നെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി, ഫിക്സഡ് ലൈബിലിറ്റി, ഇതൊക്കെ ഏതെന്നാണ് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അക്കൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് അക്കൗണ്ട് ഇൻഫർമേഷൻസ്. അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നാവാം, കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നാവാം ആ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഈ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടോ? ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. ഫ്യൂച്ചർ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് വായിക്കാം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ എ ബ്രോഡർ സെൻസ് ഇറ്റ് ഈസ് എ പ്രോസസ്ഡ് ഡേറ്റ ബോത്ത് ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ്ഡ് ഡേറ്റ. പ്രോസസ്ഡ് ഡേറ്റ ആണെന്ന് വെച്ചാൽ ഡേറ്റ അത് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്തൊക്കെ എഴുതുന്നതാണ് പ്രോസസ്ഡ് ഡേറ്റ. ആർക്കൊക്കെ? ബോത്ത് ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിന് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടും. ഇനി ആരാണ് യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ യൂസേഴ്സ്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, അവരാണ് യൂസേഴ്സ്. അവരെ നമുക്ക് രണ്ടാക്കാം: ഇൻറ്റേർണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സിന് എക്സാമ്പിൾ മാനേജ്മെൻറ്റ്, അത് നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ഇവരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ്. ഇവർക്കൊക്കെ അക്കൗണ്ട് ഇൻഫർമേഷൻ വേണം. സ്ഥാപനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകണമെന്ന് മാനേജ്മെൻറ്റിന് അറിയണം, ഷെയർ ഹോൾഡേഴ്സിന് അറിയണം. ഓക്കെ, ഇനി എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരാണ്, അതായത് ക്രെഡിറ്റേഴ്സ്. ബിസിനസ്സിന് റാ മെറ്റീരിയൽസ് കടമായിട്ട് വന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ തന്നു കാണും. അപ്പോൾ അവർക്കൊക്കെ ഈ ബിസിനസ് നല്ലതാണോ എന്നില്ലെന്ന് അവർക്ക് അറിയേണ്ടി വരും. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടോ എന്ന് അവർക്ക് അറിയേണ്ട കാര്യമുണ്ട്. ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഗവൺമെൻറ്, ഇവരൊക്കെ എന്താണ്? എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഡേറ്റ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി ഇൻ ദ നേച്ചർ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് ജനറേറ്റഡ് ടു സെർവ് ദ ബേസിക് പർപ്പസ് ഓഫ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അല്ലേ, അത് തന്നെയാണ് പിന്നെ പറയുന്നത്. എന്തിനാണ്? ഇൻറ്റേർണൽ യൂസേഴ്സിന് എക്സ്റ്റേണൽ യൂസേഴ്സിൻ്റെയും ആവശ്യം ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബാങ്കിനാണെങ്കിൽ എന്തിനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ? നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ എന്തിനാണ് ബാങ്കിന്? ബാങ്ക് ഈ ഒരു സ്ഥാപനത്തിന് പൈസ ലോണായിട്ട് എന്താണ്, അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നോക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ബാങ്കിന് ഇൻഫർമേഷൻ. അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ഓരോരുത്തർക്കും ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മേ ബി ജനറേറ്റഡ് ത്രൂ പ്രോസസ്സിങ് അക്കൗണ്ടിങ് ഡേറ്റ ടേക്കൺ ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓർ ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിന്നോ കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നോ നമ്മൾ എടുത്ത ഡേറ്റ പ്രോസസ്സ് ചെയ്താണ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മേ ബി ജനറേറ്റഡ് ത്രൂ പ്രോസസ്സിങ് അക്കൗണ്ടിങ് ഡേറ്റ. അക്കൗണ്ടിങ് ഡേറ്റ പ്രോസസ്സ് ചെയ്താണ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ആ ഡേറ്റ ഏതൊക്കെ ഡേറ്റ പ്രോസസ്സ് ആയിരിക്കും? ഫിനാൻഷ്യൽ ഡേറ്റ പ്രോസസ്സ് ചെയ്തോ, അല്ലെങ്കിൽ കോസ്റ്റ് ഡേറ്റ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയ പി ആൻഡ് അക്കൗണ്ട്, അതിനൊക്കെ തന്നെ ബാലൻസ് ഷീറ്റ്, കോസ്റ്റ് ഷീറ്റ്, ഇതൊക്കെ ഇതിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ പ്രോസസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടും. എത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ സെയിൽസ്, എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് അസറ്റ്, ഇതൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി പഠിക്കുന്ന ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ പറഞ്ഞൊക്കെ തന്നെ നമുക്ക് ഫീച്ചേഴ്സായിട്ട് എഴുതി വയ്ക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ്ഡ് ഡേറ്റ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ്, പിന്നെ ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ കുറച്ച് പോയിന്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ ആ മീനിങ്ങിൽ തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, അക്കൗണ്ട് ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ടു സെർവ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി യൂസേഴ്സ്. അപ്പോൾ എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അവിടുത്തെ യൂസേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യം. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമെന്ന് ബാങ്കിന് അറിയണം.
അല്ലേ? അങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഒന്നാമത്തത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ടു സെർവ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് അറിയാനാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യം. ദ സ്കോപ്പ് ഓഫ് രണ്ടാമത്തെയാണ് ദ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്പെസിഫൈഡ് നീഡ് ഓഫ് ദ യൂസേഴ്സ്. ആ പറഞ്ഞ പോയിൻ്റ് ഒരു എക്സ്റ്റൻഷനാണ്. ഓരോ യൂസേഴ്സിനും ഓരോ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ബാങ്കിൻ്റെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഗവൺമെൻറ്റിന് എന്താണ്, എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഈ ബിസിനസ് എത്ര ടാക്സ് ഗവൺമെൻറ്റിന് തരണം എന്നറിയണമെങ്കിൽ ഗവൺമെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ഇനി എംപ്ലോയിക്ക് ശമ്പളം കൂട്ടി തരാനായിട്ട് ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോയെന്ന് അവർക്ക് അറിഞ്ഞാൽ ബോണസ് കമ്മീഷനൊക്കെ എംപ്ലോയി ആവശ്യപ്പെടാം. അവർക്ക് ആ ഒരു രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ഓക്കെ. ദ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്പെസിഫൈഡ് നീഡ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓരോരുത്തർക്കും ഓരോ ആവശ്യത്തിനാണ്. ഇപ്പോൾ ബാങ്കിനാണെങ്കിൽ ആ ഒരു പർപ്പസ്, ക്രെഡിറ്റേഴ്സിന് ഈ ഒരു പർപ്പസ്. ഓക്കെ, 2 പോയിന്റ് നമ്മൾ പറഞ്ഞു, 2 ഏകദേശം കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, അക്കൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് കവറേജ് മേ വേരി ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഫ്രം വൺ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ടു അനദർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് അതിനകത്ത് പറയുന്നത്? ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ്റെ ആവശ്യകത ഒരു സ്ഥാപനത്തിൽ ഒരു രീതിയിലായിരിക്കും അവർ അക്കൗണ്ട് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്, വേറൊരു സ്ഥാപനം എടുത്ത വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ എന്താ ഒരു സർവീസ് ഇൻഡസ്ട്രി അവർ അക്കൗണ്ട് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കില്ല ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ തന്നെ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവലിൽ ഉപയോഗിക്കുന്ന ആയിരിക്കില്ല അക്കൗണ്ട് ഇൻഫർമേഷൻ നമ്മുടെ മിഡിൽ ലെവലോ ലോവർ ലെവൽ മാനേജ്മെൻറ്റോ ഉപയോഗിക്കുന്നത്. അതായത് പലരും പല രീതിയിലാണ് ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നോക്കിക്കാണുന്നത്. ഓക്കെ. 4, അൺടൈംലി ഓർ ഡിലേഡ് ഇന്നാക്യുറേറ്റ് ആൻഡ് പർപ്പസ്ലെസ് അക്കൗണ്ട് ഇൻഫർമേഷൻ ഈസ് മീനിങ്ലെസ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എപ്പോൾ തന്നെ വേണം? കൃത്യസമയത്ത് ആക്യുറേറ്റ് ആയിട്ട് വേണം. അതല്ല അൺടൈംലി ആയിട്ട് കൃത്യസമയത്ത് അക്കൗണ്ട് ഇൻഫർമേഷൻ കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ല. അതെനിക്ക് എൻ്റെ ഡിലേ ആയി, താമസിച്ചാണ് കിട്ടിയത്, ഇന്നാക്യുറേറ്റ് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ഇൻഫർമേഷൻ കൊണ്ട് ഒരു കാര്യമില്ല, അല്ലേ? കൃത്യസമയത്ത് കൃത്യമാർന്ന ഇൻഫർമേഷൻ നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴെങ്കിലും അക്കൗണ്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇന്ന് കിട്ടേണ്ട പൈസ അല്ലെങ്കിൽ ഇന്ന് കിട്ടേണ്ട ഫുഡ് അല്ലെങ്കിൽ നമ്മളെ നെഞ്ച് ആ സമയത്താണ് നമുക്ക് കിട്ടേണ്ടത്, ഇല്ലേ? അത് കണക്ക് തന്നെ ഇവിടെയും. അൺടൈംലി ഓർ ഡിലേഡ് ഇന്നാക്യുറേറ്റ് ആൻഡ് പർപ്പസ്ലെസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് മീനിങ്ലെസ്. ആവശ്യമുള്ള സമയത്ത് തന്നെ കിട്ടണം, വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അൺടൈമായിട്ട് അല്ലെങ്കിൽ ഡിലേ ആയിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അടുത്ത, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മേ ബി ജനറേറ്റഡ് ബൈ പ്രോസസ്സിംഗ് അക്കൗണ്ടിങ് ഡേറ്റ ടേക്കൺ ഫ്രം ഫിനാൻഷ്യൽ ഓർ കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ മീനിങ് പഠിച്ചാണ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഡേറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇൻഫർമേഷൻ്റെ മീനിങ് അറിയാമെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരു 3-4 പോയിന്റ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കുന്നത് പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ടും 3 പർപ്പസാണുള്ളത്. സ്റ്റോർ കീപ്പിംഗ്, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെ 3 എണ്ണം. ഓരോന്ന് നമുക്ക് നോക്കാം. സ്റ്റോർ കീപ്പിംഗ്, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ 3 എണ്ണമാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് സ്റ്റോർ കീപ്പിംഗ്. സ്റ്റോർ കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് പെർഫോമൻസ്, ഇപ്പം നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കിട്ടിയ റിസൾട്ട് ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. ഇറ്റ് ഹാസ് 2 ആസ്പെക്ട്സ്. ഫസ്റ്റ്, ടു കീപ് ദ റെക്കോർഡ്സ് ഓഫ് ആക്ച്വൽ ഡേറ്റ ഓൺ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ആക്ച്വൽ ഡേറ്റ റെക്കോർഡ് ചെയ്യുക എന്നാണ്. ആൻഡ് സെക്കൻഡ്ലി, ടു പുട്ട് ഡേറ്റ ഇൻ റിലേഷൻ ടു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ്. സംഭവം ഇതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തൊരു ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, ഒരു മണിക്കൂറിൽ ഇത്ര ഒരു 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്കുണ്ടാവും. ഒരു മണിക്കൂറിൽ 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്കുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 500 തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. 500 കൂടുതൽ വരാം, 500 കുറവ് വരാം. ഇതാണ് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 500 ആയിരുന്നു. ഈ സ്റ്റാൻഡേർഡ് നമ്മുടെ ആക്ച്വലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ 600 എണ്ണം ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഓക്കെ ആണോ? അല്ല, 500 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇട്ടത്. 500 എണ്ണമെങ്കിൽ മിനിമം പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് 600 പറ്റി. നമ്മുടെ പെർഫോമൻസ് എന്താണ്? നല്ലതാണ്. ഇനി 500 സ്റ്റാൻഡേർഡ് ഇട്ട സ്റ്റാൻഡേർഡ് ഇട്ടു, പക്ഷേ എത്ര പറ്റുള്ളൂ? 400 എണ്ണേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എന്താണ്? ഇത്തിരി മോശമാണ്. ആ പരിപാടിയാണ് സ്റ്റോർ കീപ്പിംഗ്. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റോർ കീപ്പിംഗ്. ഇറ്റ് ഹാസ് 2 ആസ്പെക്ട്സ്. ഫസ്റ്റ്, ടു കീപ് ദ റെക്കോർഡ്സ് ഓഫ് ആക്ച്വൽ ഡേറ്റ ഓൺ പെർഫോമൻസ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ പെർഫോമൻസ് എത്രയാണെന്ന് നോക്കി വയ്ക്കും. ആൻഡ് സെക്കൻഡ്ലി, ടു പുട്ട് ദ ഡേറ്റ ഇൻ റിലേഷൻ ടു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ്. ഇനി ഇതെന്താണ്? നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡായിട്ട് നമ്മളിത് കമ്പയർ ചെയ്യും. എനിക്ക് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ആ എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി. എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ് റിവീൽ മീനിങ് ഫുൾ ആൻഡ് വാല്യുബിൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ
വെദർ ദ പെർഫോമൻസ് ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡും പെർഫോമൻസുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. പെർഫോമൻസ് വെച്ചാൽ ആക്ച്വലാണ്. നമ്മുടെ പെർഫോമൻസ് ഗുഡ് ആണോ ബാഡ് ആണോ, നമ്മുടെ പ്രകടനം നല്ലതാണോ മോശമാണോ നമുക്ക് അറിയാനായിട്ട് പറ്റും. എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 500 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അവർക്ക് 500 കൂടുതൽ പറ്റിയെങ്കിൽ എന്താണ് നല്ല പെർഫോമൻസ് ആണ്. 500 താഴെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും മോശം പെർഫോമൻസ് ആണ്. ദസ് അക്കൗണ്ടിങ് in its storekeeping role collects data and enables both the internal and external persons having any type of interest to understand the performance of the enterprise. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണ്? ഈ പറയുന്ന ഡേറ്റകൾ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് സ്റ്റോർ കീപ്പിംഗ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്ര, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എത്ര, ഈ കാര്യങ്ങൾ നോക്കും. റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. ആക്ച്വൽ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യും, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റോർ കീപ്പിംഗ്. അടുത്തത് ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പർപ്പസ് സ്റ്റോർ കീപ്പിംഗ്, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത്തത് അറ്റൻഷൻ ഡയറക്റ്റിംഗ്. നമ്മൾ പെർഫോമൻസ് മോശമാണെന്ന് അല്ലെങ്കിൽ പെർഫോമൻസ് നല്ലതാണെന്ന് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ മോശമാണെങ്കിൽ മെഷേഴ്സ് അത് തിരുത്താനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. അതാണ് അറ്റൻഷൻ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. വെൻ ദ ആക്ച്വൽ പെർഫോമൻസ് ഡീവിയേറ്റ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ്, ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മോട്ടിവേറ്റ്സ് ദ ഡിസിഷൻ മേക്കർ ടു ഫോക്കസ് ഓൺ ഹിസ് അറ്റൻഷൻ ഓൺ സച്ച് വേരിയൻസ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഇട്ടത് 500 ആയിരുന്നു. അപ്പോൾ 500 തന്നെ വരണമെന്നില്ല, 500 കൂടാൻ കുറയാം. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കാരണങ്ങൾ എന്താണെന്ന് മെഷർ ചെയ്യണം. പെർഫോമൻസ് ഡീവിയേഷൻ വരാനുള്ള, വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു മാനേജർ നോക്കിക്കൊള്ളണം. വെൻ ദ ആക്ച്വൽ പെർഫോമൻസ് ഡീവിയേറ്റ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ്, ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മോട്ടിവേറ്റ്സ് ദ ഡിസിഷൻ മേക്കർ ടു ഫോക്കസ് ഓൺ ഹിസ് അറ്റൻഷൻ ടു സച്ച് വേരിയൻസ്. അപ്പോൾ തീരുമാനം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ഈ വേരിയൻസ് നോക്കിക്കണം. എന്തുകൊണ്ട് പെർഫോമൻസ് കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു. നൗ ഹി സ്റ്റാർട്ട്സ് ട്രേസിങ് ദ റീസൺ ഫോർ വേരിയൻസ് ഇൻ ഓർഡർ ടു ടേക്ക് ഹിസ് റെമഡിയൽ ആക്ഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ വർക്ക് കുറഞ്ഞു, 500 നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനത്ത് നമുക്ക് 400 പറ്റിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ 100 യൂണിറ്റ് എന്തുകൊണ്ട് കുറഞ്ഞു, അതിന് എങ്ങനെ പരിഹരിക്കാം, ഭാവിയിൽ എങ്ങനെ പരിഹരിക്കാം, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതാണ് റെമഡിയൽ ആക്ഷൻസ്, നടപടിയെടുക്കുക. ദസ് ദ അറ്റൻഷൻ ഡയറക്റ്റിംഗ് പർപ്പസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഈസ് ടു ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് മാനേജർ ഓൺ ഓപ്പറേഷണൽ വീക്ക്നെസ്, ത്രെഡ്, ഡെഫിഷ്യൻസീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വേരിയൻറ്റ് സംഭവിച്ചത്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ത്രെഡ്, നമ്മുടെ ഡെഫിഷ്യൻസീസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമായിരുന്നു, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, നമുക്ക് ഇനി എന്തൊക്കെ ചാലഞ്ചസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ട് ഇത് ഒരു വ്യത്യാസം ഉണ്ടായി, ഒരു മോശം പ്രകടനം ഉണ്ടായി. നല്ല പ്രകടനമാണെങ്കിൽ അവർ കമ്പയർ ചെയ്യും എന്തുകൊണ്ട് നല്ല പ്രകടനം സംഭവിച്ചു. അപ്പോൾ മോശം പ്രകടനമാണെങ്കിൽ അതെങ്ങനെ ഇനി ഭാവിയിൽ എങ്ങനെ അത് തിരുത്താം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതാണ് അറ്റൻഷൻ ഡയറക്റ്റിംഗ് എന്നുള്ള പോയിന്റിനകത്ത് പറയുന്നത്. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ പർപ്പസ് പ്രോബ്ലം സോൾവിങ്. വളരെ എളുപ്പമുള്ള ഒരു പർപ്പസാണ് പ്രോബ്ലം സോൾവിങ്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷൻ നമുക്ക് എന്താണ്, എന്തെങ്കിലും ഉപയോഗത്തിനായിരിക്കും. പ്രധാനമായിട്ട് ഇപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ എന്തിനാണ് ഇൻഫർമേഷൻ, ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും അല്ലേ. അതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇൻ ദ മോഡേൺ കോംപ്ലക്സ് ബിസിനസ് വേൾഡ്, മാനേജർ ഹാവ് ടു ഫേസ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ enables them to find out solution to their problems by providing the needed information as and when required. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിയായ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് വേണ്ടതുപോലെ എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യും. ഇപ്പോൾ എംപ്ലോയീസ്, ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൂട്ടമായിട്ട് പിരിഞ്ഞു പോവുകയാണ്, അവർക്ക് ഈ ഒരു സ്ഥാപനം അടുത്തവർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം അല്ലേ. എംപ്ലോയീസിൻ്റെ വേജസ് നമ്മൾ എടുക്കും, സാലറി നമ്മൾ എടുക്കും. സാലറി കുറവായതുകൊണ്ടാണോ, ഇനി അവരെ വർക്കിംഗ് ടൈം കൂടുതലായതുകൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് എന്തുകൊണ്ട് ഈ പ്രോബ്ലം എന്തുകൊണ്ട് സംഭവിച്ചു, അത് നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യം കിട്ടും. ഇറ്റ് enables the quantification of various alternatives and helps the management to select the best solution to solve their problems. ഇല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ എന്ത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഇപ്പോൾ എംപ്ലോയി, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയി പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി പിരിഞ്ഞു പോകുന്നത് തടയാനായിട്ട് പറ്റും. സാലറി കൂട്ടണോ, അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കുറയ്ക്കണോ, അതല്ലെങ്കിൽ അവർക്ക് ബോണസ്, കമ്മീഷൻ, എക്സ്ട്രാ അലവൻസ് എല്ലാം കൊടുക്കണോ. ഓക്കെ, അതൊക്കെയാണ് ആ പ്രോബ്ലം സോൾവിങ് എന്നുള്ള പോയിന്റിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. 3 പർപ്പസാണ്. സ്റ്റോർ കീപ്പിംഗ്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡും നമ്മുടെ പെർഫോമൻസും നോക്കുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അതാണ് സ്റ്റോർ കീപ്പിംഗ്. ഇനി അറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തുകൊണ്ട് ഈ ഒരു വേരിയേഷൻ സംഭവിച്ചു, ഇപ്പോൾ നമ്മുടെ പെർഫോമൻസ് മോശമായിപ്പോയി, എന്തുകൊണ്ട് സംഭവിച്ചു, അത് റെക്കോർഡ്, അത് നോക്കി നിൽക്കുന്നതാണ് അറ്റൻഷൻ. അതിൻ്റെ റെമഡിയൽ മെഷർ എടുക്കണം. അപ്പോൾ ഈ ഒരു നമ്മുടെ പ്രകടനം മോശമായെങ്കിൽ അത് ഭാവിയിൽ എങ്ങനെ നന്നാക്കാം. ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്,
അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ആ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനുള്ള ഒരു. അടുത്ത പഠിക്കേണ്ടത് യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസസ് ആണ്. ആ യൂസസ് 2 ടൈപ്പായിട്ട് നമുക്ക് പഠിക്കാം. ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. 2ആയിട്ട് നമുക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടാക്കാം. ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ബാലൻസ് ഷീറ്റ്, അതായത് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്. അതിനൊക്കെ തന്നെ ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് ചെയ്യാനുള്ള കൊണ്ടാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ യൂസസിനെ നമുക്ക് യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടാക്കാം. ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ബാലൻസ് ഷീറ്റ്, ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഒന്നാമത്തത് ആ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് ആവശ്യം? ഓക്കെ, നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അതിനൊക്കെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ളത് ആർക്കൊക്കെയാണ് അതിൻ്റെ ഉപയോഗം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആർക്കൊക്കെയാണ് ഉപയോഗം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗം അതിൽ നിന്നുള്ള? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഉപയോഗങ്ങൾ. യൂസസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ബാലൻസ് ഷീറ്റ്. അതിനകത്ത് ഒന്നാമത്തത് സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഇവർക്ക് എന്ത് ഇൻഫർമേഷനാണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ? ആരാണ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആരാണ് ക്രെഡിറ്റേഴ്സ്? ബിസിനസ്സിന് ഗുഡ്സ് കടമായിട്ട് തന്ന ആൾക്കാരാണ്. ബിസിനസ്സിന് ഗുഡ്സ് കടമായിട്ട് തന്ന ആൾക്കാരാണ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ്. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്? കാശല്ലേ. 1 മാസം അവധി കൊടുത്തിട്ടായിരിക്കും കാശ് കൊടുത്തത്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ അവർക്ക് തിരിച്ച് കാശ് കിട്ടണം. അതാണ് ആരും നോക്കുന്നത്? സപ്ലയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അവർ ബാലൻസ് ഷീറ്റ് എന്തിനാണ് നോക്കുന്നത്? ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്. കറണ്ട് അസറ്റിൻ്റെ പ്രത്യേകത ഷോർട്ട് ടൈം അസറ്റാണ്. അത് ഷോർട്ട് ടൈം അസറ്റ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം, എടുത്ത് കടം കിട്ടാനുള്ള കെൽപ്പുണ്ടെന്ന് പറയാം. ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്, ഷോർട്ട് ടൈം കടങ്ങളൊക്കെ കിട്ടാനുള്ള കെൽപ്പ് ആ സ്ഥാപനത്തിനുണ്ടെന്ന് പറയാം. നമുക്ക് നോക്കാം. സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ദ ലിക്വിഡിറ്റി ഓഫ് ദ കൺസേൺ. അപ്പോൾ ഇവരുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ആ ക്യാഷ് പൊസിഷനാണ് അവർ നോക്കുന്നത് കൂടുതലായിട്ടും. ഇത് കാരണം എന്താണ്? അവർക്ക് ബിസിനസ്സിൽ നിന്ന് കാശ് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് നോക്കുന്നത്. ദേ വാണ്ടഡ് ടു നോ വെദർ ദ കൺസേൺ ഈസ് ഏബിൾ ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന്, ആ ബിസിനസ് സ്ഥാപനത്തിന് അവർ വാങ്ങിയ കടം, അല്ലേ, കുറച്ച് നാളത്തെ ഗ്യാപ്പ് പറഞ്ഞായിരിക്കും വാങ്ങിയത്. അപ്പോൾ തിരിച്ചു വിടാനുള്ള കഴിവുണ്ടെന്നാണ് നോക്കുന്നത്. ഫോർ ദാറ്റ് ദേ ഹാവ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് പൊസിഷൻ ഓഫ് ദ കൺസേൺ. അപ്പോൾ അവർ മെയിനായിട്ടും ബാലൻസ് ഷീറ്റിനകത്ത് അവരുടെ ക്യാഷ്, അത് കണക്ക് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്? ആ സ്ഥാപനത്തിൻ്റെ, ബിസിനസ്സിൻ്റെ എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പം നമ്മുടെ ബിസിനസ്സിന് കടമായിട്ട് ഗുഡ്സ് കൊടുത്ത ആൾക്കാരായിരുന്നു ക്രെഡിറ്റേഴ്സ്. 2 മാസ കാലാവധി പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുത്ത പൈസ തിരിച്ച് കിട്ടുമെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അവർ ലിക്വിഡിറ്റി അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലൊക്കെയാണ് നോക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി നോക്കണമെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നോക്കേണ്ടത്? ബാലൻസ് ഷീറ്റ് ആയിരിക്കില്ലേ? അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. കൊടുത്ത പൈസ തിരിച്ച് കിട്ടുമെന്ന് അറിയുക, അത്രേ അവർക്ക് വേണ്ടിയുള്ളൂ. ഓക്കെ, അടുത്ത രണ്ടാമത്തത് പ്രൊവൈഡ്സ് ഫോർ ലോങ് ടൈം ലോൺസ്. പ്രൊവൈഡ്സ് ഫോർ ലോങ് ടൈം ലോൺ. ഒരുപാട് ബിസിനസ്സിന് ലോങ് ടൈം ലോൺ കൊടുത്ത ആൾക്കാർ വേണം. അതായത് ദീർഘനാളത്തേക്ക് പലിശയ്ക്ക് അല്ലെങ്കിൽ വായ്പ കൊടുത്ത ആൾക്കാരാണ്, ലോൺ കൊടുത്ത ആൾക്കാരാണ്. അത് ബാങ്ക് ആവാം, വേറെ ആര് സ്ഥാപനങ്ങളൊക്കെ ആവാം. അപ്പോൾ അവർക്ക് അറിയേണ്ടതാണ് ഈ സ്ഥാപനം പൈസ തിരിച്ചിരുമെന്ന് അറിയണം, അല്ലേ? ലോങ് ടൈം ലോൺസ് പ്രൊവൈഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ദ ലോങ് ടൈം സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കൺസേൺ. അപ്പോൾ ലോങ് ടൈമിൽ ലോൺ ബിസിനസ്സിന് കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് എന്താണ് അറിയേണ്ടത്? അവരുടെ സോൾവൻസി, ദീർഘനാളത്തേക്കുള്ള വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ? അത് കണക്ക് തന്നെ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കൺസേൺ. സ്ഥാപനത്തിന് അവർക്കിപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ കടം കിട്ടാൻ പറ്റത്തുള്ളൂ. എന്നതാണ് ലോങ് ടൈം സോൾവൻസിയും അത് കണക്ക് തന്നെ പ്രോഫിറ്റബിലിറ്റിയാണ് ആര് നോക്കുന്നത്? ആ ലോങ് ടൈം ലോൺ പ്രൊവൈഡേഴ്സ്, ദീർഘനാൾ ലോൺ കൊടുത്ത ആൾക്കാർ. ഈ ബിസിനസ്സിന് ഈ ലോൺ അടച്ചു തീർക്കാനുള്ള പൈസ ഉണ്ടോ എന്ന് ലോൺ കൊടുത്തവന്മാർ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. They wanted to assess whether the concern is in a position to make payment of periodic interest and repayment of their loan on maturity. അപ്പോൾ പറഞ്ഞ സമയത്ത് മുതലും പലിശയും തിരിച്ചടയ്ക്കാനുള്ള ശേഷി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യും? നമ്മുടെ ലോങ് ടൈം ലോൺ പ്രൊവൈഡേഴ്സ് ആൾക്കാർ, വായ്പ കടം കൊടുത്ത ആൾക്കാർ മെഷർ ചെയ്യും, അല്ലേ? അവരെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അവരും ബാലൻസ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ബാലൻസ് ഷീറ്റിനകത്ത് ഒരു അസറ്റ്, അവരുടെ തന്നെ ക്യാഷ്, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലായിട്ടും ഫിക്സഡ് അസറ്റാണ് നോക്കുമ്പോഴത്തേക്ക് തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോ, അതെനിക്ക് തന്നെ പ്രോഫിറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും, തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ബാലൻസ് ഷീറ്റിനകത്ത് അവർക്ക് എന്താണ് അറിയേണ്ടത്? അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ടിൻ ഇൻട്രസ്റ്റ് ഓഫ് റിസീവിംഗ് റെഗുലർ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ.
അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്ന് അവർക്ക് എന്താണ് ഡിവിഡൻഡ് കിട്ടുക. ഒരു കമ്പനിയുടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണ ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന ഡിവിഡൻഡ്, കൃത്യമായിട്ട് ലാഭവിഹിതം കിട്ടുക. ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ? ഇപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ എപ്പോഴും 100 തന്നെ ഇരുന്നാൽ മതി. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 100 എന്നുള്ളത് 150ഉം 110ഉം 200ഒക്കെ ആവാനായിട്ട് ആര് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങി, 100 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി അല്ലേ, ഷെയറിൻ്റെ വില കൂടാനല്ലേ എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കത്തുള്ളൂ. 110, 105, 120, 150 ആ റേഞ്ചൊക്കെ ആവുന്നുണ്ടോ എന്ന് അറിയാം. അപ്പോൾ അതാണ് 2 ഉദ്ദേശം. ഷെയർ ഹോൾഡേഴ്സ് 2 ഉദ്ദേശം ഇതാണ്: ഡിവിഡൻഡ് റെഗുലറായിട്ട് കിട്ടണം, അതിന് തന്നെ ക്യാപിറ്റൽ, ഒരു മുടക്കിയ പൈസ അതിൻ്റെ എമൗണ്ട് കൂടുകയും വേണം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കണം. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഡിപ്പെൻഡ്സ് ഓൺ ഡിവിഡൻഡ് ദേ റിസീവ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ അവർക്ക് മെയിനായിട്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ പറഞ്ഞു. എന്താണ് മാർക്കറ്റ് വാല്യൂ? അതെന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിവിഡൻഡ് ദ റിസീവ് ആൻഡ് റീറ്റെയിൻ ഏർണിങ്സ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നതും കുറയുന്നതും എന്തിനു നോക്കിയിട്ടാണ്? ഡിവിഡൻഡ്, അത് കണക്ക് തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇതിനെ നോക്കിയിട്ടാണ്. ഡിവിഡൻഡ് എന്താണ്? ലാഭവിഹിതം എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? അവർ ഷെയർ ഹോൾഡേഴ്സിന് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്താണ് റീറ്റെയിൻ ഏർണിങ്സ് അല്ലേ? 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, 30,000 രൂപ നമ്മുടെ ഡിവിഡൻഡായിട്ട് കൊടുത്തു, ബാക്കി 20,000 രൂപ അവിടെ ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്തേക്കും, അവിടെ തന്നെ വെച്ചേക്കും, പിന്നെ ഉപയോഗിക്കാം, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞ് വെച്ചേക്കും. അതാണ് റീറ്റെയിൻ ഏർണിങ്സ്. ബിസിനസ്സിലേക്ക് മാറ്റി വെച്ചേക്കുന്ന പ്രോഫിറ്റിൻ്റെ ചെറിയ വിഹിതം, അതാണ് റീറ്റെയിൻ ഏർണിങ്സ് അല്ലാതെ റിസർവ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അറിയേണ്ടത്? അവർക്ക് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന്, അവർക്ക് റെഗുലറായിട്ട് ഡിവിഡൻഡ് കിട്ടണം, അതിന് തന്നെ അവരെ ഷെയറിൻ്റെ വില കൂടണം, അതായത് ക്യാപിറ്റൽ അപ്രീസിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നടക്കുന്നത്. എന്താണ്? ആ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണോ? അതിനൊക്കെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അവർക്ക് റിസർവ് ഉണ്ടോ? ഇപ്പോൾ ഒരുപാട് റിസർവ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനം എന്താണ്? ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ആര് നോക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് നോക്കുന്നത്. അത് ഇവർക്ക് ഈ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. ആ ബാലൻസ് ഷീറ്റ് നോക്കാൻ നമുക്ക് കിട്ടും. ഈ ബാലൻസ് ഷീറ്റിനകത്ത് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ് തന്നെ ഉണ്ട്. അതിൽ നോക്കുമ്പോൾ അവരുടെ ലാഭം അതൊക്കെ അറിയാനായിട്ട് പറ്റും. ഡിവിഡൻഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അടുത്ത 4-ാമത്തെ ആൾ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ആരാണ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്? പ്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കമ്പനി, ഇപ്പോൾ റിലയൻസ് എന്നുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററുണ്ട്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററുണ്ട്. പൊട്ടൻഷ്യൽ വെച്ചാൽ ഇപ്പോഴേ ഷെയർ എടുത്തു കഴിഞ്ഞ അയാൾ. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവർ ഷെയർ എടുത്തില്ല, ഷെയർ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആലോചനയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ബാലൻസ് ഷീറ്റ് നോക്കും, അസറ്റ് എത്ര, ലൈബിലിറ്റി എത്ര നോക്കും, ലാഭമുള്ള കമ്പനിയാണെന്നൊക്കെ നോക്കും. ലാഭം ഉണ്ടെങ്കിൽ മാത്രം പൈസ മുടക്കിയാൽ പോരെ. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആഫ്റ്റർ ഹാവിങ് കളക്റ്റഡ് ആൻ ഐഡിയ ഓഫ് ദ അസറ്റ്. അപ്പം നമ്മുടെ ഈ ഒരു കമ്പനിയിൽ, ഒരു പ്രത്യേക ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിക്കുന്നത് എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും? അസറ്റ്, ആ കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റി, റിസർവ്, സോൾവൻസി വെച്ചാൽ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാനുള്ള കഴിവ്, അതാണ് സോൾവൻസി, എക്സെട്ര ഓഫ് ദ കൺസേൺ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പുതുതായിട്ട് ഒരു ഇൻവെസ്റ്റർ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഫോർ ദാറ്റ് ആൾസോ അക്കൗണ്ട് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ബാലൻസ് ഷീറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ. അപ്പോൾ ഏത് ഇൻഫർമേഷനാണ് അയാൾക്ക് ഇതൊക്കെ അറിയാനായിട്ട് വേണ്ടത്? ആ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ബാലൻസ് ഷീറ്റ് അതാണുള്ള അസറ്റ് ലയബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷനാണ് ആർക്ക് വേണ്ടത്? നമ്മുടെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ 2 ആക്കി. അതിനകത്ത് ബാലൻസ് ഷീറ്റ് ഇൻഫർമേഷൻ, ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ 4 പേർക്കാണ് ആവശ്യം: സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഇനി ലോങ് ടൈം ലോൺ പ്രൊവൈഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ. ഇനി സപ്ലയേഴ്സ് എന്തിനാണ്? സപ്ലയേഴ്സിന്, ക്രെഡിറ്റേഴ്സിന് ബിസിനസ്സിന് പൈസ കൊടുത്ത് കുറച്ച് കാലത്തേക്ക് കടം കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് അറിയണം. ഇനി ലോങ് ടൈം പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ദീർഘനാളത്തേക്ക് ലോൺ കൊടുത്ത് കാണും, അത് തിരിച്ചു കിട്ടുമെന്ന് അറിയണം. ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അറിയണം, അതിനൊക്കെ തന്നെ ക്യാപിറ്റലിൻ്റെ മുടക്ക് മുതൽ കൂടുന്നുണ്ടോ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് അറിയണം. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ആകുമ്പോഴത്തേക്ക് അതിലായിട്ട് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അസറ്റ്, ലയബിലിറ്റി, റിസർവ് ഇതൊക്കെ നോക്കും ഒരു സ്ഥാപനത്തിൻ്റെ. അത്രയൊക്കെയാണല്ലോ. ഇനി അടുത്തത് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതെന്ന് വെച്ചാൽ ട്രേഡിംഗ് ചെയ്യാനുള്ള അക്കൗണ്ടൊക്കെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എൻ്റെ ആവശ്യം, അതിൻ്റെ യൂസസ് എന്താണ്, അല്ലെങ്കിൽ യൂസേഴ്സ് ആരൊക്കെയാണ്, എൻ്റെ യൂസസ് എന്താണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചത് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഇൻഫർമേഷനാണ്. ഇപ്പോൾ പഠിക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ യൂസസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പെർഫോമൻസ് അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് അറിയാൻ ഒരു ബാലൻസ് ഷീറ്റ് അല്ല കൂടുതലായിട്ട് നോക്കുന്നത്. എന്താണ്? നമ്മുടെ ട്രേഡിംഗ് ചെയ്യാൻ അക്കൗണ്ടാണ്. അതായത് അവരെ നെറ്റ് പ്രോഫിറ്റ് എത്രയും നോക്കും, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയും നോക്കും. കൂടുതലായിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ പെർഫോമൻസ് നല്ലതാണോ നല്ലതല്ലേ എന്ന് അറിയാനായിട്ട് പറ്റും. നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്താണ്? നല്ല പെർഫോമൻസ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റിനകത്ത് പറയുന്നത്, പെർഫോമൻസ് എന്നുള്ള പോയിന്റ്.
പെർഫോമൻസ് ഓഫ് എ ബിസിനസ് യൂണിറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ഇറ്റ്. അല്ലേ, ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് അവരുടെ പ്രോഫിറ്റ് നോക്കി അറിയാം, വിച്ച് ഈസ് ഡിസ്ക്ലോസ്ഡ് ബൈ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് അത് കാണിക്കുന്നത്. അല്ലേ, ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയാണ് പ്രോഫിറ്റ് ആണ്. നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ കമ്പനി നല്ല കമ്പനിയാണ്, അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഒന്നാമത് നമ്മൾ കണ്ടു. രണ്ടാമത്തത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അല്ലേ, പ്രോഫിറ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓരോ വർഷം അങ്ങനെ കൂടി വരികയാണ്, അതെന്ത് ചെയ്യണം, അതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. The quantum of profit earned decides as to how much profit should be withdrawn by owners in case of non-corporate form of organization. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ 50,000 രൂപ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എനിക്കൊരു 10,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ 10,000 രൂപ ബിസിനസ് തന്നെ ഇട്ടേക്കണമെന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പൈസ ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് പോയെന്നിരിക്കും. അല്ലേ, അതൊക്കെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നോക്കാം. The quantum of profit earned decides as to how much profit should be withdrawn by owners in case of non-corporate ഫോം ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പനി അല്ലാത്ത സ്ഥാപനങ്ങൾ അവരെന്ത് ചെയ്യും, എത്രയാണോ ലാഭം അതിൽ എത്ര പൈസ വിഡ്രോൺ ചെയ്തുകൊണ്ട് വേണം. അല്ലേ, ഒരു 10,000 രൂപ ലാഭം ഉണ്ടായി, 10,000 അവിടെ ബിസിനസ് ചെയ്യാൻ വെച്ചേക്കണമെന്നുണ്ടോ? ഒന്നിൽ 10,000 ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഈ ഓണർ എന്ത് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും. അത് തന്നെയാണ് അപ്രോപ്രിയേഷൻ. ഇനി ഓർ ഹൗ മച്ച് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കേസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതായത് കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എത്ര ഡിവിഡൻറ്റ് കൊടുക്കണം. അപ്പോൾ 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അവരെല്ലാം പൈസ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ലാഭത്തിൻ്റെ അവകാശിയാരാണ്, ഷെയർ ഹോൾഡേഴ്സാണ്. അവർക്ക് എത്ര കൊടുക്കണം അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള പോയിന്റ്. ഒരു കമ്പനി ഫോം അല്ലാത്ത ഓർഗനൈസേഷൻ, അതായത് നോൺ കമ്പനി ആണെങ്കിൽ എത്ര പൈസ വിഡ്രോൺ ചെയ്യണം, പ്രോഫിറ്റ് ചെയ്യുന്നവർ എത്ര പൈസ വിഡ്രോൺ ചെയ്യണം, ഓണറിന് എത്ര പൈസ വിഡ്രോൺ ചെയ്തുകൊണ്ട് പോകാം. അത് കണക്ക് കമ്പനി ഫോം ആണെങ്കിൽ എത്ര പൈസ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതെല്ലാം അറിയാനായിട്ട് എന്ത് വേണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എത്ര ചെയ്തു എന്നൊക്കെ അറിയാനായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ലോസ് ആണ്, ഇപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇല്ല, നമുക്ക് നെറ്റ് ലോസ് ആണുള്ളെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയാനായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെ, ചിലവ് കൂടിയതായിരിക്കാം, വരവ് കുറഞ്ഞതായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ. Earning information helps the manager to identify the problem areas. The problem may be lower rate of profit or higher rate of loss due to excessive cost to manufacture or excessive overhead etc. അപ്പോൾ എന്താണ് ഈ ഇൻഫർമേഷൻസ് വെച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്തൊക്കെയാണ്, ഒന്നിൽ ലോവർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറവാണ്, പ്രോഫിറ്റ് ഉണ്ട് എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയിട്ടില്ല, കുറച്ച് പ്രോഫിറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ ഓർ ഹയർ റേറ്റ് ഓഫ് ലോസ്, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം, ലോസ് ഡ്യൂ ടു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒന്നിൽ എക്സസ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ, നിർമ്മാണ ചിലവ് കൂടിയതാണ്. എക്സസ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കോസ്റ്റ് സംഭവിച്ചതാവാം. എക്സസ് ഓവർഹെഡ്, അല്ലെങ്കിൽ ഓവർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻസ് ഒക്കെ കയറി ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാവും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ നമുക്ക് ട്രേഡിംഗ് പി എൽ അക്കൗണ്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതുന്നത് കൂടുതൽ എക്സ്പെൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സാലറി, അല്ലെങ്കിൽ റെൻറ്റ്, വേജസ്, ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് എത്രയും കൂടി ഉണ്ടായിരിക്കും ലോസ് സംഭവിച്ചത്. അല്ലേ, ചിലവ് കൂടി ഉണ്ടായിരിക്കും ലോസ് സംഭവിച്ചത്. ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പ്രോബ്ലം സംഭവിച്ചു എന്ന് അറിയാനായിട്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും. ഒരെണ്ണം കൂടെ, ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്താണ്, അതായത് ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ കമ്പനി വിറ്റ് എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ആ ഒരു ഷെയർ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അതാണ് മാർക്കറ്റ് വാല്യൂ. നമുക്ക് നോക്കാം. ഏണിംഗ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ഡിറ്റർമിനിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഏണിംഗ് ഇൻഫർമേഷൻ, അതായത് പ്രോഫിറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല പ്രോഫിറ്റുള്ള കമ്പനി ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഹൈ ആയിരിക്കും. The market value of the firm is determined by the size and reliability of the stream of earnings produced by the business. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെങ്കിൽ സൈസ്, ആ സ്ഥാപനത്തിൻ്റെ സൈസ്. ഇപ്പോൾ ഒരു ലാർജ് കൺസേൺ ആണെങ്കിൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ ഹൈ ആവാം. ആൻഡ് റിലയബിലിറ്റി ഓഫ് സ്ട്രീം ഓഫ് ഏണിങ്സ്, അതിനൊക്കെ തന്നെ അവരുടെ ഏണിങ്സ് എന്തായിരിക്കണം, ഒരു സ്റ്റേബിൾ ആയിരിക്കണം. അല്ലേ, എല്ലാം പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റായിട്ട് അങ്ങ് പോകണം, ഒരുപാട് കുറയാനും പാടില്ല, കൂടിയും കുഴപ്പമില്ല, ഒരുപാട് കുറയാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവണം. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. ഈ ഇൻഫർമേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മാർക്കറ്റ് വാല്യൂ അറിയാൻ പറ്റും, സ്ഥാപനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ ഇപ്പോഴത്തെ വില എന്താണ്, ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില എന്താണ്, ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില എന്താണ്, ഇതാണ് മാർക്കറ്റ് വാല്യൂ. അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ സ്ഥാപനത്തിൻ്റെ സൈസ്,
അതാണ് തന്നെ റിലയബിലിറ്റി ഓഫ് സ്ട്രീം ഓഫ് ഏണിങ്സ്, അതായത് അതിൻ്റെ ഏണിങ്സ് പ്രോഫിറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ്. എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനം വെച്ച് കൂടുന്നു, ഇതൊക്കെയാണ് റിലയബിലിറ്റി സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്താണ്, യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അതിന് നമുക്ക് രണ്ടാക്കാം: ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ബാലൻസ് ഷീറ്റ്, ഇൻഫർമേഷൻ പ്രോസസ്ഡ് ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് അതിന് നമ്മൾ പിന്നെ അതിനകത്ത് സബ് ഡിവിഷൻസ് കണ്ടു. അപ്പോൾ ഇൻകം ഫ്രം ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ പിന്നെ സപ്ലയേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അവർക്ക് എന്ത് ഇൻഫർമേഷനാണ് ആവശ്യമുള്ളത്, പ്രൊവൈഡ്സ് ഫോർ ലോങ് ടൈം ലോൺ പ്രൊവൈഡേഴ്സിനുള്ളത്, ഷെയർ ഹോൾഡേഴ്സിനുള്ളത്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഇനി അടുത്ത ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റുള്ള യൂസ് എന്തായിരുന്നു? പെർഫോമൻസ് മെഷർ ചെയ്യുക. അത് കണക്ക് തന്നെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഫുള്ള് വിഡ്രാൻ ചെയ്യണോ അതോ ഡിവിഡൻ്റ് ആയിട്ട് എല്ലാം പേ ചെയ്യണോ. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലം ഏരിയാസ്, ലോസ് ഉണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ്, അത് കണക്ക് തന്നെ ഏണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പത്രത്തിൽ കാണാറുണ്ട്, ഒരു കമ്പനിയുടെ ഷെയർ ഇത്ര കൂടി ഇത്ര. അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. മാനേജ്മെൻറ്റിന് എന്ത് ഇൻട്രസ്റ്റ് ആണ് ബിസിനസ്സിലുള്ളത്? ആ ബിസിനസ് നല്ലതായാലും മാനേജ്മെൻറ്റിന് അതിൽ നിന്നുള്ള ലാഭം കിട്ടത്തുള്ളൂ. ഇനി ഗവൺമെൻറ് ആണെങ്കിലോ, ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം ആ ബിസിനസ്സിൽ നിന്ന് ടാക്സ് ആർക്ക് കിട്ടണം? ഗവൺമെൻറ്റിന് കിട്ടണം. അപ്പോൾ എന്താണ്, ഗവൺമെൻറ്റും സ്റ്റേക്ക് ഹോൾഡറാണ്. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ബിസിനസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ തിരക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ. ഞാനത് വായിക്കാം. സ്റ്റേക്ക് ഹോൾഡർ ഓഫ് എ കൺസേൺ ആർ ദോസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോപ്പർ റണ്ണിങ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ, അവരാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി അവരാരൊക്കെയാണ്? ദേ മേ ബി ഗവൺമെൻറ്, ഒന്നുകിൽ അത് ഗവൺമെൻറ് ആവാം, മാനേജ്മെൻറ്റ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ബാങ്കേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം. അപ്പോൾ ഇവർക്കൊക്കെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പിന്നീട് പറയും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഫോർ സെർവിങ് ദ വേരിയഡ് പർപ്പസസ് ഓഫ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് വേണം. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഈ ഇൻഫർമേഷൻ കൊണ്ട് അവർക്ക് അവരുടേതായ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇതെന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എക്സാമ്പിൾ ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെയാണ് എക്സാമ്പിൾ. ഇനി ഇവർക്ക് എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ചില കാര്യങ്ങൾ അറിയാനായിട്ട്, ബിസിനസ്സിൻ്റെ ചില കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കാനായിട്ട് ഇവർക്ക് എന്ത് വേണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ആരൊക്കെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്. അപ്പോൾ ഇവരെയൊക്കെ പറ്റി നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഓരോ ആൾക്കാർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊണ്ട് എന്താണ് പ്രയോജനം? ഓക്കെ, കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിന് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എന്തിനാണ് മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഫോർ ടേക്കിംഗ് ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാനായിട്ട്, ആ ബിസിനസ്സിന് എന്ത് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് വേണം. ബിസിനസ്സിൻ്റെ എന്താണ് സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അറിയാനായിട്ട് എന്ത് വേണം, ആ മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഓക്കെ, മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു എക്സസൈസ് കോസ്റ്റ് കൺട്രോൾ ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം മാനേജ്മെൻറ്റിന് ഒരുപാട് ഉദ്ദേശമുണ്ട്. അതിനകത്ത് ഒന്നാണ് കോസ്റ്റ് കൺട്രോൾ, ചിലവ് നിയന്ത്രിക്കുക. അതെങ്ങനെയാണ് അവർ നോക്കുന്നത്? ചിലവ് നിയന്ത്രിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ചെയ്യാൻ അക്കൗണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണോ കുറയാണോ എന്ന് അറിയാൻ പറ്റും. ദ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് സ്പോർട്സ് ആർ ബ്രോഡ് ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പം നമ്മുടെ എഫിഷ്യൻ്റ് പാർട്ട് ഏതാണ്, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആണ്, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത്, ഇതൊക്കെ മാനേജ്മെൻറ്റിന് അറിയണം. ദ മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു ഡിസൈഡ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി അഡോപ്റ്റഡ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എന്താണ്, മാനേജ്മെൻറ്റിന് ഇനി ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ നോക്കിയിട്ട് വേണം ഫ്യൂച്ചറിൽ എന്താണ് ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ്. മാനേജ്മെൻറ്റ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, അവർക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ എന്താണ്, അവർക്ക് അവരോട് മാനേജ്മെൻറ്റിനാണ് ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് വേണം, അക്കൗണ്ട് ഇൻഫർമേഷൻ വേണം. അതേപോലെ ബിസിനസ്സിൻ്റെ പോരായ്മകൾ എന്താണ്, ബിസിനസ്സിൻ്റെ ആ സ്ട്രെങ്ത് എന്താണ്, ബിസിനസ്സിൻ്റെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അറിയാനായിട്ട് മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അവരെന്താണ്, അവരൊരു സ്റ്റേക്ക് ഹോൾഡറാണെന്ന് പറയാം. ഓക്കെ,
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്രെഡിറ്റേഴ്സ്. ആരാണ് ക്രെഡിറ്റേഴ്സ്? ബിസിനസ്സിന് പൈസ കടം കൊടുത്ത ആൾക്കാർ. ഇല്ല, ബിസിനസ്സിന് കടമായിട്ട് സാധനം കൊടുത്തു, പൈസ കിട്ടിയിട്ടില്ല, ബിസിനസ് പൈസ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അവർക്ക് എന്തായിരിക്കും അറിയേണ്ടത്? ഈ സ്ഥാപനം നല്ലതാണോ എന്ന് അറിയണം. കാരണം എന്താണ്? പൈസ തിരിച്ചു കിട്ടണ്ടേ, അതാണ് പറയുന്നത്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആർ ടു ബി പെയ്ഡ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. എങ്ങനെയാണ്? ഷോർട്ട് പീരീഡ്, കുറച്ച് നാൾ കഴിഞ്ഞ് പൈസ കൊടുക്കണം. ഒരുപാട് നാൾ ടൈമൊന്നുമില്ല, ഇപ്പോൾ ഒരു മാസമെങ്കിൽ ഒരു മാസം, ആ ഒരു മാക്സിമം ഒരു വർഷം, അതിനുള്ളിൽ പൈസ കൊടുത്ത് തീർക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. ബിസിനസ് ഒരു വർഷത്തിനുള്ളിൽ പൈസ കൊടുത്ത് തീർക്കേണ്ട ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. ദിസ് ലൈബിലിറ്റി ഈസ് മെറ്റ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്. അപ്പോൾ ഈ കൊടുക്കാനുള്ള പൈസ എങ്ങനെ കൊടുക്കും? കറണ്ട് അസറ്റിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്. അപ്പോൾ ഈ പൈസയിൽ നിന്നാണ് ക്രെഡിറ്റേഴ്സിനുള്ള എമൗണ്ട് നമ്മൾ വീതിച്ച് കൊടുക്കുന്നത്. ദ കറണ്ട് റേഷ്യോ ആൻഡ് ആസറ്റ് ടെസ്റ്റ് റേഷ്യോ വിൽ ബി ഇൻട്രസ്റ്റഡ്. ആസറ്റ് ടെസ്റ്റ് റേഷ്യോ will enable the creditors to assess short-term solvency position of the concern. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് ഈ രണ്ട് റേഷ്യോ, കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് റേഷ്യോകളുണ്ട്. അത് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ പറയുന്ന റേഷ്യോകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ബിസിനസ്സിൻ്റെ സോൾവൻസി, കടം വീട്ടാനുള്ള കെൽപ്പുണ്ടോ എന്ന് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് പരിശോധിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കും. അതിനൊക്കെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പഠിക്കും. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്ക് ക്രെഡിറ്റേഴ്സിന് അറിയാം ഈ ബിസിനസ്സിന് പൈസ വാങ്ങിയ പൈസ തിരിച്ചു തരാനുള്ള കെൽപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അതിനാണ് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. രണ്ടെണ്ണം പറഞ്ഞു. മാനേജ്മെൻറ്റിനാണെങ്കിൽ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാനായിട്ടും, അതിനകത്ത് തന്നെ ബിസിനസ്സിൻ്റെ പ്രവർത്തനം നല്ലതാണോ, എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് മോശം പ്രകടനം കാഴ്ചവെക്കുന്നത്, ഇതൊക്കെ അറിയാനാണ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ. ക്രെഡിറ്റേഴ്സിനാണെങ്കിൽ തരാനുള്ള പൈസ ബിസിനസ്സസ് തരുമെന്ന് അറിയാനായിട്ട് അവർ എന്തൊക്കെ റേഷ്യോകളാണ്? കറണ്ട് റേഷ്യോ, ആസറ്റ് ടെസ്റ്റ് റേഷ്യോ കണ്ടുപിടിച്ച് നോക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ നമ്മൾ നോക്കുന്നു, ബാങ്കേഴ്സ്. അപ്പോൾ ബാങ്ക് എന്തായിരിക്കും? ബാങ്കിന് എന്തിനാണ് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളത്? ബാങ്കും ബിസിനസ്സിന് പൈസ കൊടുത്താണ്. ക്രെഡിറ്റേഴ്സിനെ പോലെ ബിസിനസ്സിന് പൈസ കടം കൊടുത്താണ് ബാങ്കും. ഷോർട്ട് ടൈം ആവാം, ലോങ് ടൈം ആവും. അവർക്ക് എന്താണ് അറിയേണ്ടത്? മുതലും പലിശയും തിരിച്ച് കിട്ടുമെന്ന് ആർക്കറിയണം? ബാങ്കിന് അറിയണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർക്കും എന്ത് വേണം? അക്കൗണ്ട് ഇൻഫർമേഷൻ വേണം. അവരും എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ഇല്ലേ? അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അവരെന്താണ്? ബാങ്കേഴ്സും എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. വായിക്കാം. The banker is interested to see that the loan amount is secured and the customer is able to pay the interest regularly. അപ്പം ബാങ്കറിന് അറിയേണ്ട എന്താണ്? നമ്മുടെ ബിസിനസ്സിന് ഇൻട്രസ്റ്റ്, പലിശ കൃത്യമായിട്ട് അടയ്ക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ള അറിയണം. The banker will analyze the balance sheet and the profit and loss account to determine the financial strength and profitability of the concern. അപ്പോൾ നമ്മുടെ ബാങ്കർ എന്ത് ചെയ്യും? ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റും അതുകണക്ക് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോക്കും. ഈ ബിസിനസ് ഫിനാൻഷ്യലി സ്ട്രോങ് ആണോ, പ്രോഫിറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ബാങ്ക് നോക്കും. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാങ്കിന് പൈസ തിരിച്ചടയ്ക്കാനായിട്ട് ഈ ബിസിനസ്സിന് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കും. ചുരുക്കം പറഞ്ഞാൽ വാങ്ങിയ പൈസ തിരിച്ചു വരുമെന്ന് അറിയണം ബാങ്കുകാർക്ക്. അതാണ് പ്രത്യേകത. ഓക്കെ, അടുത്ത ഇൻവെസ്റ്റേഴ്സ്. ആരാണ് ഇൻവെസ്റ്റേഴ്സ്? ബിസിനസ്സിൽ പൈസ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ. അവരെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് എന്താണ് അറിയേണ്ടത്? കൃത്യമായിട്ട് ഡിവിഡൻഡ് കിട്ടുമെന്നൊക്കെ ആയിരിക്കും അവർക്ക് അറിയേണ്ടത്. അല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ച് കിട്ടുമെന്നൊക്കെ അറിയണം. ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സെക്യൂരിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ലോൺ ആൻഡ് റെഗുലർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ബൈ ദ കൺസേൺ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്ക് കണക്ക് തന്നെയാണ് ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് അറിയേണ്ടത്? ആ കൊടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ തിരിച്ച് കിട്ടുമെന്ന് അവർക്ക് അറിയണം. അതോടൊപ്പം ഇൻട്രസ്റ്റും വേണമല്ലോ. ദ ഇൻവെസ്റ്റേഴ്സ് വിൽ അനലൈസ് ദ പ്രസൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റഡി ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദ കൺസേൺ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അറിയേണ്ടത് ഇപ്പോഴെന്താണ് ബിസിനസ്സിൻ്റെ പ്രവർത്തനം, എന്താണ് ലാഭമുണ്ടോ, ഫ്യൂച്ചറിലും ലാഭം നേടാൻ സാധ്യതയുണ്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അല്ലേ? ഇവരെല്ലാം കണക്റ്റഡ് ആണ്. ഇവരെല്ലാം ബിസിനസ്സിൻ്റെ പൈസ അങ്ങോട്ട് കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് എന്താണ്? ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ, അത് തിരിച്ചു തരാനുള്ള കെൽപ്പുണ്ടോ എന്നാണ് ഇവർക്കെല്ലാം അറിയേണ്ടത്. കേട്ടോ, ഇവർ മൂന്നുപേരും കണക്റ്റഡ് ആണ്. ഓക്കെ, അടുത്തത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എന്താണ് അറിയേണ്ടത്? ഗവൺമെൻറ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. കാര്യം എന്താണ്? ഈ ബിസിനസ്സിന് ചില കാര്യങ്ങൾ ഗവൺമെൻറ് അറിയണം. എന്ത് കാര്യമാണ് അറിയേണ്ടത്? അവരുടെ വരുമാനം തന്നെ അറിയണം. വരുമാനത്തിൽ നിന്ന് ടാക്സ് കിട്ടുമല്ലേ? ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിന് അറിയണം. അപ്പോൾ ഗവൺമെൻറ് എന്താണ്? ഒരു സ്റ്റേക്ക് ഹോൾഡറാണെന്ന് നമുക്ക് പറയാം. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു അസസ് ടാക്സ് ലയബിലിറ്റി ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് ലയബിലിറ്റി ഗവൺമെൻറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടാക്സാണ് ബിസിനസ് എന്ത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടത്. These statements enable the government to find out
വെദർ ദ ബിസിനസ് ഈസ് ഫോളോയിങ് വേരിയസ് റെഗുലേഷൻസ് ഓർ നോട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പറയുന്ന റൂള് അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണോ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എത്ര പൈസ കാശായിട്ട് ടാക്സ് ആയിട്ട് ബിസിനസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം എന്നൊക്കെ ഗവൺമെൻറ്റിന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയുള്ളത് അതേഴ്സ്. ട്രേഡ് അസോസിയേഷൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ് മേ ആൾസോ അനലൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ജഡ്ജ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് അല്ലാതെ വേറെ ആൾക്കാർ ആരൊക്കെയാണ്? ട്രേഡ് അസോസിയേഷൻസ് അല്ലേ, നമ്മൾ വ്യാപാരി വ്യവസായ സംഘടന കാണാറുണ്ട് അവർക്ക്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പബ്ലിക്, നാട്ടുകാരൊക്കെ ഒരു കമ്പനി നല്ലതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അപ്പോൾ കമ്പനി നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കമ്പനിയിൽ ചിലപ്പോൾ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കും. നമ്മളും ഓരോ കമ്പനി നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ കമ്പനി എടുത്തു കഴിഞ്ഞാൽ സാംസങ്, റെഡ്മി, അതിനകത്ത് ആരാണ് നല്ലതെന്ന് നമ്മളൊരു വിലയിരുത്തലുണ്ട് ഇല്ലേ? അതാണ് അതേഴ്സ്. പബ്ലിക്കിനും ഇൻട്രസ്റ്റ് ഉണ്ട്. പബ്ലിക് ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഒരു സ്റ്റേക്ക് ഹോൾഡർ കൂടി എംപ്ലോയീസിന് എന്താണ് അറിയേണ്ടത്? ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ ശമ്പളം കൂടുതൽ ചോദിക്കാമല്ലോ, നിനക്ക് എൻ്റെ ബോണസ്, കമ്മീഷൻ ഇതൊക്കെ ആവശ്യപ്പെടാം. അതുകൊണ്ട് എംപ്ലോയിക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അവരും എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്കും ഇല്ലേ താല്പര്യം? ബിസിനസ് വളർന്നാൽ അവരും വളരുമല്ലേ? നോക്കാം. ദ എംപ്ലോയീസ് ആർ നോട്ട് മിയർ വർക്കേഴ്സ്, ദേ ഹാവ് എ സ്റ്റേക്ക് ഇൻ ദ ഔട്ട്കം ഓഫ് സെവറൽ മാനേജീരിയൽ ഡിസിഷൻസ്. അപ്പോൾ എംപ്ലോയിയെ ഇപ്പോൾ ഏതൊരു സ്ഥാപനം എടുത്താലും എംപ്ലോയി അവിടെ വെറുതെ വർക്കറായിട്ടല്ല, ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ എംപ്ലോയിയെ ട്രീറ്റ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എന്താണ്? എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് കൂടെ നമ്മൾ തിരക്കാറുണ്ട് അല്ലേ? എംപ്ലോയിയുടെ മീറ്റിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്ക് എംപ്ലോയികളെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അവരുടെ സജഷൻസൊക്കെ ബിസിനസ് എന്ത് ചെയ്യാറുണ്ട്? വേണമെങ്കിൽ സ്വീകരിക്കാറുണ്ട്. Decision regarding settlement of wages, bonus, profit sharing, etc. can be taken only on adequate disclosure of relevant facts and figures. അപ്പോൾ ഈ എംപ്ലോയിയുടെ പ്രത്യേകത എന്താണ്? അയാൾ വേജസ്, ബോണസ് ഇതൊക്കെ ആവശ്യപ്പെടും. പ്രോഫിറ്റ് തോന്നുകയാണെങ്കിൽ ശമ്പളം കൂട്ടിത്തരാനൊക്കെ ആവശ്യപ്പെടും. അതിനൊക്കെ തന്നെ പ്രോഫിറ്റ് ഷെയറും, പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതമൊക്കെ എംപ്ലോയിക്ക് ഉള്ളതാണ്. അവർക്ക് എന്ത് ചെയ്യാതെ വേണമെങ്കിൽ ആവശ്യപ്പെടാം. എംപ്ലോയീസ് ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? എംപ്ലോയിക്ക് താല്പര്യം കാണും ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ, ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് എംപ്ലോയിക്ക് അറിയണം. ഒറ്റ ഉദ്ദേശമുള്ളൂ, ശമ്പളം തോന്നെ ചോദിക്കണം, അതിനൊക്കെ തന്നെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം. ചില സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പ്രോഫിറ്റിൻ്റെ ചെറിയൊരു വിഹിതം എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ടാണ് എംപ്ലോയിക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വേണ്ടത്. അവരും സ്റ്റേക്ക് ഹോൾഡറാണ്. കാര്യം ഇവരും ബിസിനസ്സിൻ്റെ പ്രവർത്തനം അന്വേഷിക്കാറുണ്ടല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ്? മാനേജ്മെൻറ്റ് അറിയാൻ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? ഇൻഫർമേഷൻ വേണം. ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇവരെ മൂന്നുപേരെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇവരെല്ലാം ബിസിനസ്സിന് പൈസ കൊടുത്ത ആൾക്കാരാണ്. അത് തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് അറിയണം. വിത്ത് പലിശയും കൂടെ ചേർത്ത് കിട്ടണം. ഗവൺമെൻറ് ആകുമ്പോൾ ഗവൺമെൻറ് ടാക്സ് കിട്ടണം അല്ലേ? പിന്നെ അതേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ് ക്രെഡിറ്റ് അസോസിയേഷൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പബ്ലിക്, നാട്ടുകാരൊക്കെ. പിന്നെ എംപ്ലോയി ആകുമ്പോഴത്തേക്ക് ശമ്പളം കൂടുതൽ കിട്ടാനായിട്ട് അവരുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് അവർക്ക് അറിയണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനപ്പുറം വേണമെങ്കിൽ ആൾക്കാരെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒരുപാട് ആൾക്കാരെ നമുക്ക് പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു